കൊച്ചമ്മ അച്ഛനോടൊപ്പം ചേർന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൊക്കെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. കൊച്ചമ്മയോടും അതിനെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അച്ഛന് ഇവിടെ വരുമ്പോൾ അവർ രണ്ടുപേരാണ് ഇവിടെ വന്നത്. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർ ഇപ്പോൾ തിരിച്ചു പോകുന്നത് 3 പേരായിട്ടാണ്. അക്കാര്യത്തിലും നമുക്കേറെ സന്തോഷിക്കാം. അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സന്തോഷം അതും കല്ലുമല ചാപ്പലിൽ നിന്നാണ്. ായിരിക്കുന്ന ബഹുമാനപ്പെട്ട NG ഫിലിപ്പച്ചനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ യാത്രയെ പറയുന്ന ബഹുമാനപ്പെട്ട മനീഷച്ചന് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അച്ഛനെയും മകളെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ സെക്രട്ടറി ട്രസ്റ്റി അവരെ രണ്ടുപേരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ചാപ്പലിലെ യുവജന പ്രസ്ഥാനം, മധുബായിലെ ശുശ്രൂഷകർ, സ്ത്രീ സമാജം, പ്രാർത്ഥനായോഗം, മറ്റ് മെമ്പേഴ്സ് എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ കൊച്ചമ്മയുടെ പിതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മമ്മിയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ട്. അപ്പോൾ രണ്ടുപേരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ ചാപ്പലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിന് ബഹുമാനപ്പെട്ട NG ഫിലിപ്പച്ചനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ട്രസ്റ്റി, സെക്രട്ടറി, ആത്മീയ സംഘടനയുടെ ചുമതലയുള്ളവർ, സ്വാഗതാശംസ ബഹുമാനപ്പെട്ട ജേക്കബ്, ഈ ചാപ്പലിലെ എല്ലാ സഹോദരങ്ങളും, ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ അല്പം പ്രയാസത്തിൻ്റെയും കൂടി ദിവസമാണ്. ദീർഘമായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വേദോസ്തത്തിലെ ഒരു ഭാഗം ഓർപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൊണ്ട് എൻ്റെ ഈ ദൗത്യം അവസാനിപ്പിക്കാം. തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ വായിക്കാം. ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തീമോത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സഹിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ടും ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോട് ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജമായ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോകീസിലും അമ്മ യുണീക്കിലും ഉണ്ടായിരുന്നു. നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കഴിവിനാൽ നിന്നുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതിയ വേദഭാഗത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഈ ഭാഗം പ്രത്യേകം ഓർപ്പിച്ചത് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ 3 വർഷക്കാലം ഈ ചാപ്പലിലെ കാര്യങ്ങളെല്ലാം ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തിച്ചു. നമ്മുടെ സ്വാഗതാശംസ ഷാജി പ്രത്യേകം ഓർപ്പിച്ചതുപോലെ ഈ പള്ളി മനോഹരമാക്കി, പള്ളി മാത്രമല്ല എല്ലാവരെയും മനോഹരമാക്കിയിട്ടാണ് ഈ ബഹുമാനപ്പെട്ട നമ്മളുടെ യാത്ര വരികയല്ല, എങ്കിലും തൽക്കാലത്തേക്ക് നമ്മളുടെ മറ്റു പള്ളിയിലില്ല, നമ്മുടെ ഇടവപ്പള്ളിയിലേക്ക് തന്നെ പോകുന്നത്. വളരെ സന്തോഷവും നിറഞ്ഞ ഹൃദയത്തോടെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട്
എന്നാൽ അടുക്കും ചുറ്റോടും ഏറ്റവും ആത്മാർത്ഥതയോടും കൂടി ആണ് ഓരോ കാര്യം ചെയ്യുന്നത്. അത് വളരെ വളരെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ ഈ പ്രവർത്തനം കൂടുതൽ ശോഭിക്കുവാനും കൂടുതൽ നല്ല നിലയിൽ വളരുവാനും വേണ്ടിയായിത്തീരും. നമ്മുടെ ഇടവകയിൽ ബഹുമാനപ്പെട്ട സർവീസിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അച്ഛൻ ഭയങ്കര സന്തോഷമാണ് അച്ഛൻ്റെ ആരാധനയിൽ സംബന്ധിക്കുന്നത്. പ്രത്യേകം അച്ഛനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അച്ഛൻ ആ അഭിപ്രായം ഒരുമിച്ച് ഞങ്ങൾ പങ്കിടാറുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഒരു നല്ല വൈദികനെ സഭയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. എനിക്ക് പുതിയ തലമുറയിലെ കുറേ വൈദികർ സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. എനിക്ക് കുറേ പേരെക്കുറിച്ച് എനിക്കറിയാം. അത് പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇവിടെ ആലോചിക്കുക, തീമോഥെയോസിന് വളരെ വലിയ സ്നേഹമാണ്. പക്ഷേ തീമോഥെയോസിനേക്കാൾ ഉപരിയായിട്ട് പൗലോസിലേക്ക് പറയാനുള്ളത് വല്യമ്മയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും. നിനക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു, ഒരമ്മയുണ്ടായിരുന്നു. അവരുടെ വിശ്വാസമാണ് നിന്നിലേക്ക് പകർന്നു വന്നിരിക്കുന്നത്. അതാണ് പൗലോസ് പറയുന്നത്. മകനേക്കാൾ ഉപരിയായിട്ട് ആ മകനെ വളർത്തിയെടുത്ത വല്യമ്മയും അമ്മയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അനുഭവം തന്നെയാണ്. അച്ഛന് ഒരു നല്ല വല്യമ്മയും അമ്മയും ഉണ്ടായിരുന്നു. അവരുടെ ശിക്ഷണത്തിൽ അവരുടെ കണ്ണീരിൽ വളർന്നു വന്ന അച്ഛൻ ഉന്നതിയിലേക്ക് അത് സംശയത്തിലേക്ക് വരും. അപ്പോൾ ഒരു കുഞ്ഞ് എന്തായി തീരണമെന്ന് വാസ്തവത്തിൽ അമ്മയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട മുഖ്യ ഘടകം. ഒരമ്മ ഏത് രീതിയിലാണോ അതിനെ വളർത്തുന്നതനുസരിച്ച് ആ കുഞ്ഞ് ഏറ്റവും ചെറുതിലെല്ലാം നമ്മൾ വായിക്കുന്നതാണ്. അങ്ങനെ വളർന്നിട്ടുള്ള വലിയ മഹത്വക്കളായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരെല്ലാം ഓർക്കുന്നത് അമ്മയാണ് ഓർക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും വിശ്വസിച്ചുകൂടാ. ഞാനും ഓർക്കുന്നത് 15 വർഷത്തിന് മുമ്പ് എൻ്റെ വല്യമ്മച്ചി പുതിയ പള്ളിയിൽ എന്നെ എഴുതുകൊണ്ട് വരുന്ന ഭാഗം പിന്നെ ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ ആ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം നല്ലൊരു വെള്ളവസ്ത്രമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ചട്ടയും കൊണ്ടുമാണ്. അത് അന്നത്തെക്കാൾ ചട്ടയും കൊണ്ടാണ്. അപ്പോൾ അവള് പള്ളിയുടെ പൊതുവായി പടിഞ്ഞാട്ട് നോക്കിയാൽ മാലാഖമാരിങ്ങനെ രണ്ട് സൈഡിൽ നിലനിൽക്കുന്നതുകൊണ്ട് തോന്നും. അത്രയ്ക്ക് മനോഹരമായ ആ ഒരു കാഴ്ചയാണ് കുട്ടിക്കാലം മുതൽ എനിക്കുണ്ടായത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മൾ എന്ത് നമ്മളെ സ്വാധീനിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതാണ് കുട്ടിക്കാലത്ത് കാണുന്ന അന്നത്തെ അച്ഛന്മാർ, തിരുവന്മാർ അപൂർവമാണ്. അന്ന് അപൂർവമായിട്ടൊക്കെ വരും. നമ്മുടെ തിരുവേനിയും അതുപോലെ വളരെ അപൂർവമായിട്ട് ബാബായും കാണാനായിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരുടെ ഓർമ്മകളാണ് എപ്പോഴും പഴയ കാലത്തെ ഓർമ്മകൾ, കുട്ടിക്കാലത്തെ ഓർമ്മകൾ. അത് നമ്മെ പ്രചോദനം ഉത്തേജനം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരവസ്ഥയിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട അച്ഛൻ വളർന്നത്. ഈ എൻ്റെ മകൻ എനിക്ക് മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് അവൻ ആ ചിന്ത ഉണ്ടായത്? എന്തുകൊണ്ടാണ്? അപ്പം ആ 3 വയസ്സുള്ള കൊച്ചു മനസ്സിനെ സ്വാധീനിക്കാൻ അച്ഛന് കഴിയുമെന്നുള്ളതാണ്. ആ കുഞ്ഞു മനസ്സിൽ, അതുപോലെ അവൻ മാത്രമല്ല ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ മനുഷ്യനുണ്ടാവും. അത് വലുതാകുമ്പോഴും അവർ പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു എന്ന് പറയും. അത് അത്രമാത്രം സ്വാധീനം അവരിൽ ചെലുത്തിയിട്ടുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സ്വാധീനങ്ങൾ, നല്ല സ്വാധീനങ്ങൾ കൊടുത്തിട്ട് പോകുവാൻ നമ്മളിവിടുന്ന് യാത്രയാകുമ്പോൾ പിന്നീട് ഓർക്കേണ്ടത് നമ്മളിവിടെ എന്താണ് കൊടുത്തിട്ട് പോയിട്ടുള്ളത്, ആളുകളുടെ മനസ്സിൽ എന്താണ് അവശേഷിക്കുന്നത്, അതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ച്, അച്ഛനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഇപ്പം ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു
ചിന്ത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദീർഘമായിട്ട് പറയുന്നില്ല. മറ്റൊരു കാര്യം കൂടി ഓർമ്മിച്ചുകൂടി ഞങ്ങൾ പഠിച്ച സാഹചര്യത്തിലല്ല മനുഷ്യച്ചൻ സെമിനാരിൽ പഠിച്ചത്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സെമിനാരിയിലെ പഴയ അധ്യാപകർ വളരെയധികം മൂല്യത്തോടെ ജീവിച്ച നല്ല അധ്യാപകരുടെ ഒരു കാലം അന്നുണ്ടായിരുന്നു. സെമിനാരിയുടെ അന്തരീക്ഷവും അത്രയ്ക്കും മനോഹരമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പഠിച്ചു വന്നത്. പക്ഷെ അച്ഛൻ പഠിക്കാൻ പോയ സാഹചര്യം അങ്ങനെ അറിയുന്നില്ല. അച്ഛൻ പഠിക്കാൻ പോയത് കോവിഡിൻ്റെ കാലത്തായിരുന്നു. പൂർണ്ണമായും സെമിനാരിയിലെ പഠനം അവിടെ തന്നെ നടത്തുവാൻ ഒരുപക്ഷെ അച്ഛന് കഴിഞ്ഞുവെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റൊരു വശം അച്ഛൻ ലഭിച്ചു. അന്ന് മെത്രാപ്പോളിത്തായിട്ട് അവിടെ ഉണ്ടായിരുന്നത് യൗസേപ്പ് തിരുമേനിയുടെ സ്വാധീനവും ശിക്ഷണവും ഈ അന്ന് അവിടെ താമസിക്കുന്ന സെമിനാരിൽ പോകാനുള്ള വിദ്യാർത്ഥികൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. പറയുന്നത് ബഹുമാനപ്പെട്ട കൊച്ചമ്മയാണ്. കൊച്ചമ്മക്കാർക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും അച്ഛനെ കൂടുതൽ ശക്തിപ്പെടുത്തി ഇതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് അച്ഛന് ബഹുമാനപ്പെട്ട അച്ഛന് വീണ്ടും സ്നേഹവും വേറൊരു കാര്യം ഓർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ മറ്റുള്ളവരെക്കാളും നല്ല സ്നേഹമുള്ള ആളാണ്. എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകും. ഞാൻ സ്കൂട്ടറിൽ പോകണമെന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. അദ്ദേഹം എന്നെ കൂടെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ എന്നെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒരു കരുതലും സ്നേഹവും ഉള്ള ആളോട് ഓർപ്പിക്കുന്നു. എല്ലാ നന്മകളും അദ്ദേഹം കൊണ്ടും എല്ലാ അനുഗ്രഹങ്ങളും ആശംസ അറിയിക്കാനായി ചാപ്പലിന്റെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട TV മാത്യുവിനെ ക്ഷണിക്കുന്നു. ഒന്നിരയ വൈദിക സൃഷ്ടിയെ ഇടവാകുന്നത് എല്ലാവർക്കും ദൈവമാത്രയുടെ സ്നേഹം. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഒന്നിനായ മനീഷ് മാത്യുവച്ചൻ ഈ ദേവാലയത്തിലെ സേവനം അവസാനിപ്പിച്ച് ദൈവാവസരത്തിലേക്കാണ് പോകുന്നത്. നമുക്കെപ്പോഴും കാണാൻ 3 വർഷം നമുക്ക് അച്ഛനുമായിട്ട് സഹകരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും 2 വർഷക്കാലം അച്ഛനോടൊപ്പം ട്രസ്റ്റിയായിട്ട് ഈ ദേവാലയത്തിൽ സേവനം അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം അച്ഛനെ പോലുള്ള ആളുകൾ കൂടെ സേവനം അനുഷ്ഠിക്കുക ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യം തന്നെയാണ്. അത്ര നല്ല എനിക്ക് പറയണമെന്ന് എനിക്ക് എന്റെ വയസ്സിനോട് വരുന്നില്ല. എന്താ അച്ഛനൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് മുന്നേ വന്നവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സങ്കടം കൊണ്ടാണ് അച്ഛനെ വിട്ടുപിരിയാണ്, സങ്കടം കൊണ്ടാണ്. അതുപോലായിരുന്നു അച്ഛൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കുന്നു. അടുത്തതായി ആശംസ അറിയിക്കാനായി റിയാദ് കത്തീഡ്രൽ പ്രതിനിധി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് KC ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട മനീഷ് മാത്യു അച്ഛൻ, ഈ ചാപ്പലിന്റെ ട്രസ്റ്റി സെക്രട്ടറി, കർത്താവിൽ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഞാനും നമ്മുടെ ഷായിച്ചാനും അദ്ദേഹം ട്രസ്റ്റിയിൽ ഞാൻ സെക്രട്ടറിയുമായിട്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഈ ഇടവകയിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് മുതൽ വളരെ നല്ല രീതിയിൽ സഹകരിക്കുവാൻ, അച്ഛനുമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള അവസരത്തെ ദൈവത്തെ സ്തുതിക്കുക. അച്ഛൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്തൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, നമ്മുടെ കല്ലുമലയിലുള്ള കുരിശുമൂടിൽ സന്ധ്യ നമസ്കാരം മാസത്തിൽ ഒരു ദിവസം ആരംഭിക്കാൻ അച്ഛൻ മുൻകൈ എടുത്തു എന്നുള്ളതാണ്. അതിനോടൊപ്പം അതിന്റെ ഒരു മെയിൻ്റനൻസ് നമുക്കറിയാം. അന്ന് അതിനുണ്ടായിരുന്ന അവസ്ഥയും അന്നത്തെ അവസ്ഥയും നിങ്ങൾക്കറിയാം. അത് ഞങ്ങൾ കമ്മിറ്റിയിലെടുത്ത് അത് ചർച്ച ചെയ്ത് അതിന്റെ പണികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഈ ചാപ്പലിന് എത്ര അനുഗ്രഹമായെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയും. അതുപോലെ തന്നെ അച്ഛൻ വന്നതിന് ശേഷം
ഇവിടുത്തെ ആത്മീയ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ സജീവമായി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 3 വർഷക്കാലവും നമ്മുടെ ചാപ്പലിൽ നോയമ്പ് സമയത്ത് കോണർ മീറ്റിങ്ങുകളൊക്കെ നടത്തുവാനുള്ള നേതൃത്വം അച്ഛനെടുത്തു. അത് എല്ലാവർക്കും വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാപ്പലിലെ വിവിധ പ്രസ്ഥാനം, മർദ്ദമറിയ സമാജം, പ്രാർത്ഥനായോഗം, ഇതൊക്കെ പതിവായി നടത്തുവാനും അത് നമ്മുടെ ഈ ചാപ്പലിന് അനുഗ്രഹപ്രദമായി മാറുവാനും നമ്മൾക്ക് ഏവർക്കും അതൊക്കെ അനുഗ്രഹമായി മാറുവാനും സാധിച്ചു. എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഈ ചാപ്പലിന്റെ ഈ പുനരുദ്ധാന പ്രവർത്തനം. അത് സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ നടക്കില്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പുതിയാപ്പള്ളിയിലെ അജിയച്ചനൊക്കെ വർക്ക് ചെയ്യുന്ന രീതി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വർക്കിന്റെ കാര്യത്തിൽ അച്ഛൻ ഒരു ഐഡിയ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടുത്തെ അച്ഛനൊരു നേതൃത്വം നൽകുക മാത്രമല്ല, പണിയെ സംബന്ധിച്ച് അച്ഛന് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ നടക്കുന്ന ഇവിടെ നമ്മൾ ഈ കാണുന്ന ഇന്റീരിയർ വർക്ക്, ഇത് ഞാൻ മനസ്സിലാക്കുന്ന അച്ഛൻ അത് മുൻകൈ എടുത്ത് ഡിസൈൻ ചെയ്യിച്ച കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അച്ഛനൊരു എഞ്ചിനീയർ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. കാരണം അച്ഛന് അത്രമാത്രം അക്കാര്യങ്ങളിൽ പണിയെ സംബന്ധിച്ച് ഒരു അറിവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ പണി വളരെ ഭംഗിയായിട്ട് തീർക്കുവാൻ, ഒരു സാമ്പത്തിക ബാധ ഇല്ലാതെ തീർക്കുവാൻ അച്ഛനും ബഹുമാനപ്പെട്ട ട്രസ്റ്റിക്കും സെക്രട്ടറിക്കും ഒക്കെ കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ പള്ളി ഇന്ന് AC വെച്ചൊരു പള്ളിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കല്ലുമല ചാപ്പലിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു രീതിയാണ്. മറ്റ് പുതിയാപ്പള്ളിയിലെ മറ്റ് ചാപ്പലുകളൊന്നും കാണാത്ത ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ഐക്യതയും സ്നേഹം കൊണ്ട് ഈ ഒരു നിലയിലേക്ക് എത്തുവാൻ നമ്മുടെ ചാപ്പലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ അച്ഛൻ, നമ്മുടെ മനീഷച്ചൻ ഇവിടുന്ന് നമ്മളുടെ ഇടയ ശുശ്രൂഷയിൽ നിന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ്. അത് നമ്മുടെ ഈ ചാപ്പലിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം പോകുന്നത് പുതിയാപ്പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായിട്ട്. അദ്ദേഹം അസിസ്റ്റന്റ് വികാരി തന്നെയാണ് ഇപ്പോൾ. ഇനി പോകുന്നത് കത്തീഡ്രലിന്റെ അസിസ്റ്റന്റ് വികാരിയായിട്ടാണ്. അതിന്റെ അർത്ഥം കത്തീഡ്രലിലുള്ള ചാപ്പലുകളുടെയും കത്തീഡ്രലിലെ മുഴുവൻ അംഗങ്ങളുടെയും ഒക്കെ അസിസ്റ്റന്റ് വികാരിയായിട്ടാണ് അദ്ദേഹം മാറ്റപ്പെടുന്നത്. അത് വളരെ ദൈവാനുഗ്രഹത്തിലുള്ള ഒരു പദവിയാണ് അച്ഛന് ലഭിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചും ഒരു സന്തോഷിക്കാനുള്ള അവയാണ് ആ ഒരു സ്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കല്ലുമല ചാപ്പൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു ചാപ്പലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുതിയാവിലെ കാര്യത്തിലൊന്നും നമ്മളാരും അങ്ങനെ ഇടപെടാനോ മറ്റു കാര്യത്തിലോ പോയിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രാതിനിധ്യം ഇപ്പോൾ നമുക്ക് ശക്തമായിട്ട് അവിടെ വീണ്ടും ലഭിക്കുവാൻ പോവുകയാണ്. നമ്മുടെ ചാപ്പലിന്റെ കാര്യത്തിന് അച്ഛൻ്റെ ഒരു സ്നേഹം തുടർന്നും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛനെ എല്ലാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അച്ഛൻ്റെ പുതിയാപ്പള്ളിയുടെയും മറ്റ് അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുവാൻ ഞാൻ ഈ അവസരത്തിൽ വിനിയോഗിക്കുകയാണ്. ദൈവം അച്ഛനെയും കുടുംബത്തെയും, കൊച്ചമ്മയോടുണ്ട്, മോളുണ്ട്. ഷായിച്ചാൻ പറഞ്ഞ പോലെ, ആരോ പറഞ്ഞ പോലെ അച്ഛൻ രണ്ടുപേരായിട്ട് കടന്നു വന്നു, മൂന്നായിട്ട് ഒരു ദൈവം അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ അവർക്ക് കൊടുത്തു. ആ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവത്തെ അനുഗ്രഹിക്കട്ടെ, അച്ഛനെയും കുടുംബത്തെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി ആശംസ അറിയിക്കാൻ യുവജന പ്രസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട നീതൻ ചാക്കോയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ, ബഹുമാനപ്പെട്ട മനീഷച്ചൻ, എനിക്കങ്ങനെ എന്ത് പറയണമെന്ന് അറിയില്ല. സാധാരണ ഞാനിത് റാലിയൊക്കെ ഏൽപ്പിച്ചിട്ട് റീസെൻ്റ് മുങ്ങും. പക്ഷേ എന്തും എനിക്കിത് പറയണമെന്ന് തോന്നി. എനിക്ക് മനീഷച്ചൻ അച്ഛൻ എന്നേക്കാളും കൂടുതൽ കിട്ടുന്ന സഹോദരനെ പോലെയാണ്. എനിക്കെൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയായിരുന്നു മനീഷച്ചൻ. നമ്മളിവിടെ കരോട് പാടാൻ പോകുകയാണെങ്കിൽ, അത് അമ്മ കൊട്ടാനാണെങ്കിലും കൂടെ തൊള്ളാനാണെങ്കിലും അച്ഛന് ഇവിടെ എന്ത് പണി ഉണ്ടെങ്കിലും നമ്മളുടെ ഫ്രണ്ടിൽ കാണും. എല്ലാത്തിനും ഫുൾ സപ്പോർട്ടും. പിന്നെ അതേപോലെ തന്നെ ഒന്നിനും ഒരു എതിരും പറയില്ല. നമ്മളെ ഒന്ന് വഴക്ക് പറയുമോ അല്ലെങ്കിൽ നമ്മളെ ശാസിക്കുക പോലും ഒരു ശരിക്കും ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ നമ്മളോട് മോനെടാ
അത് നോക്കിയേക്കണേ, അല്ലെങ്കിൽ അതൊന്ന് ചെയ്ത് വെച്ചേക്കണേ, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ 3 വർഷം അച്ഛൻ നമ്മുടെ കൂടെ സന്തോഷത്തോടെ അച്ഛൻ്റെ ടേൺ കംപ്ലീറ്റ് ചെയ്യുവാണല്ലോ. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വീട്ടുകാരോട് അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവരോട് ഞാനിങ്ങനെ പറയും, 3 മാസം കൂടെ ഉള്ളൂ, ഇനി 1 മാസം കൂടെ ഉള്ളൂ. അന്നേരമൊക്കെ ഒരു വിഷമം ഉണ്ടെങ്കിലും പിന്നെ നമ്മുടെ പുതിയാപ്പള്ളിയിലോട്ടാണല്ലോ, അതുകൊണ്ട് പിന്നെ എപ്പോൾ വേണം ചെന്ന് കാണാം. പക്ഷെ എന്നാലും ഇവിടെ ഉള്ളതുപോലെ നമുക്ക് അത്രയും ഫ്രീഡം കിട്ടുമോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുമോ അറിയില്ല. പക്ഷെ അച്ഛൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും മോനേടാ മക്കളെ കണ്ട് വിളിച്ചാൽ മതി, ഞങ്ങളെല്ലാം വെച്ച് വരും. അതുപോലെ ബെൻസി ചേച്ചി, കൊച്ചമ്മ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ചേച്ചിയാണെങ്കിലും അച്ഛന് ഫുൾ സപ്പോർട്ടാണ്. അതേപോലെ മീക്കയാണ് ഫസ്റ്റ് റെഡി ആയിരിക്കുന്നത്. അന്നേരം ചേച്ചി എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു മോനയുടെ മക്കളെ അല്ലെങ്കിൽ മോനെ നീവ എന്നൊന്ന് വിളിച്ചാൽ മതി, ഞങ്ങളങ്ങ് ഇവിടെ ഉണ്ട്, ഞങ്ങളൊക്കെ എത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ദ വെരി ബെസ്റ്റ് അനീഷിച്ച. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ത്രൂ 3 years എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ആശംസ അറിയിക്കാൻ മറ്റമരൈ സമാജം ട്രഷറർ ബഹുമാനപ്പെട്ട മോഹൻ ചൂണ്ടി സ്വാഗതിച്ചു. മറ്റു ഭാരവാഹികൾ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ഇടവകയെ സ്നേഹിക്കാനും ആത്മീയ ശുശ്രൂഷകളാലും ഇടവഴിക്കുന്ന അച്ഛൻ നമ്മുടെ മനീഷ് അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി. അച്ഛൻ്റെ വിശ്വസ്ത ശുശ്രൂഷയ്ക്ക് നന്ദി. പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും സ്നേഹപൂർവമായ ഇടപെടലിൽ അച്ഛൻ പകർന്ന അനുഗ്രഹങ്ങൾ ഈ ഇടവക ഒരിക്കലും മറക്കില്ല. ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹം കരുതലും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കും ഭദ്രാസനത്തിനും പോകുന്ന ഇടവകളിലും ആത്മീയ ജീവിതത്തിലും കൂടുതൽ ഉയരങ്ങളും കൈവരിക്കാനാകട്ടെ. ഈ ചാപ്പലിൽ വലിയ സ്നേഹത്തിനും സമർപ്പണത്തിനും ഒരിക്കൽ കൂടി ഹൃദയം നന്ദി എന്നും അച്ഛനെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥനകളോടും ആശംസകളോടും. അടുത്തതായി ആശംസ അറിയിക്കാൻ സെൻട്രൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയെ ക്ഷണിക്കുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നമുക്ക് സംസാരിക്കാതിരിക്കാൻ പ്രയാസമാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന് ഈ ചാപ്പലിൻ്റെ ഒരു സൗമ്യ സാന്നിധ്യം, അങ്ങനെ വലിയ ബഹളമോ കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അച്ഛൻ നിർവഹിക്കുമായിരുന്നു. എനിക്ക് അച്ഛൻ്റെ സ്വഭാവം ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത്, ഒരു പുരോഹിതൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് അർപ്പിക്കുന്ന ആരാധനയുടെ കാര്യം എത്ര മനോഹരമായിട്ടുണ്ടല്ലോ കുർബാന. പക്ഷേ എല്ലാ പട്ടക്കാർക്കും മാധുര്യമായ സ്ഥലത്തിലൊന്നും കുർബാന അർപ്പിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ അതൊരു വലിയ ഘടകമാണ്. നമ്മൾ അച്ഛൻ്റെ കുർബാന ഏറ്റവും ശ്രദ്ധിച്ച് നമ്മൾ അതിൽ അലിഞ്ഞ് ചേരുന്ന ഒരു അനുഭവം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വിശുദ്ധ കുർബാന. നന്നായിട്ട് ഗീതങ്ങൾ ചൊല്ലുകയും ആരാധന എല്ലാ കാര്യങ്ങളും പുള്ളി വളരെയധികം ശ്രദ്ധിച്ചായിരുന്നു നിർവഹിച്ചിരുന്നത്. അത് പ്രധാന ശുശ്രൂഷ, പെരുന്നാളുകളുടെ ശുശ്രൂഷകളിലൊക്കെ ഈ അച്ഛൻ്റെ ആ കൈയടക്കം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതുപോലെ അച്ഛനെ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ്, ഈ ഇപ്പോൾ ഇറങ്ങുന്ന മിക്കവാറുള്ള പട്ടക്കാരെല്ലാം തന്നെ നമ്മുടെ പ്രോട്ടസ്റ്റന്റ് പുരോഹിതരെ വെല്ലുന്ന തരത്തിലാണ് അവരുടെ പ്രാർത്ഥനകളും രീതികളും. അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിട്ട് നമ്മുടെ സാധാരണ സുറിയാനി പട്ടക്കാരുടെ അതേ പാരമ്പര്യം നിലനിർത്തുവാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മനീഷത്തിന് സാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴേ ഇറങ്ങുന്ന അച്ഛന്മാർക്കെല്ലാം ഈ സ്വയം പ്രേരിത പ്രാർത്ഥനകൾ
വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അത് നമുക്കും വളരെയധികം ഇഷ്ടമുള്ളതാണെന്ന് തെളിയിച്ചതിന് കാരണം നമ്മുടെയൊക്കെ പേരുകൾ പറഞ്ഞു ഒക്കെ സൂചിപ്പിച്ചു പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ആരാധനാ സമ്പ്രദായം അനുസരിച്ച് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എഴുതപ്പെട്ട നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അച്ഛൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിലായിരുന്നതെല്ലാം അച്ഛന് അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കാറില്ല. യഥാർത്ഥത്തിൽ ശരിക്കും ഒരു പട്ടക്കാരൻ, നമ്മുടെ സുറിയാനി സഭയുടെ പട്ടക്കാരൻ എന്ന് പറയുമ്പോൾ അത് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. അത് ഏറ്റവും നന്നായിട്ട് പാലിച്ച ഒരാളാണ് മാഷ്. അതിലുപരിയായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൺഡേ സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛനെ വളരെയധികം ഏറ്റവും ശ്രദ്ധയോടെ, ഞാൻ ഏത് രാത്രിയിൽ വിളിച്ചാലും അച്ഛനെ ഫോൺ എടുക്കും, ഇല്ലെങ്കിൽ അങ്ങനെ എടുത്തില്ലെങ്കിൽ പിന്നീട് എന്നെ വിളിച്ചിട്ട് എല്ലാ സഹായങ്ങളും മിക്കവാറും ക്ലാസ് നടക്കുന്ന സമയത്തൊക്കെ അച്ഛൻ വന്ന് റൗണ്ടടിച്ച് പോകാറുണ്ട്. പിള്ളേരോടൊക്കെ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. എല്ലാ സഹായങ്ങളും അച്ഛൻ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് സത്യം പറഞ്ഞാൽ പോകുന്നതിൽ ഒരു പ്രയാസമുണ്ട്, പക്ഷേ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും ഒരു സമാധാനമുള്ളതെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ അസിസ്റ്റന്റ് വികാരിയായിട്ടാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എല്ലാവിധമായിട്ടുള്ള മംഗളങ്ങളും ഈ സമയത്ത് നേടിയാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ കൊച്ചമ്മ കുഞ്ഞിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്പലിൻ്റെ സ്വന്തം കുഞ്ഞാണ്. ആ കുഞ്ഞിനെ എടുക്കാത്തവരായിട്ട് ഈ ചാപ്പലിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നു. കാരണം അതുപോലെ എല്ലാവരോടും ഇണക്കത്തോടും സ്നേഹത്തോടും അതിൻ്റെ ഒരു ചിരി കാണുന്നത് തന്നെ വളരെ ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ അച്ഛൻ്റെ കൊച്ചമ്മയോടും കുഞ്ഞിനോടും എല്ലാവരോടുമുള്ള ആ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ അച്ഛനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഓർക്കും. തീർച്ചയായിട്ടും അച്ഛൻ്റെ പ്രാർത്ഥനകൾ ഞങ്ങൾ എല്ലാവരും ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അടുത്തതായി ആശംസ അറിയിക്കാൻ പ്രാർത്ഥനയോഗ സെക്രട്ടറി ബഹുമാനപ്പെട്ട വർഗീസ് പി മൈലാനി. ബഹുമാനപ്പെട്ട ചാപ്പലിൻ്റെ ഭരണസമിതി അംഗങ്ങൾ വിശ്വാസ സമിതി കഴിഞ്ഞ 3 വർഷക്കാലമായി ഇടവകയുടെ ആത്മീയ ജീവിതത്തിലും ജനങ്ങളുടെ ഹൃദയത്തിലുമായി മറക്കാനാകാത്ത സാന്നിധ്യമായി പ്രിയപ്പെട്ട മനീഷ് മധ്യത്തിന് പ്രാർത്ഥനയോടെ ഹൃദയം നന്ദിയും പ്രാർത്ഥന നിമിഷമായ യാത്രാമംഗലം ചെയ്തേക്കാം. ഒരു വൈദികൻ എന്നതിലുപരി ഞങ്ങളുടെ ഓരോരുത്തരുടെയും സഹോദരനും സുഹൃത്തും വഴികാട്ടിയുമായിരുന്ന അച്ഛൻ പള്ളിയുടെ വിവിധ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഇടവയ്ക്കൊപ്പം നിന്ന് എല്ലാവരോടും ഐക്യത്തോടും വിശ്വാസത്തോടും ചേർത്ത് നിർത്തിയ അച്ഛൻ്റെ സമർപ്പണവും നേതൃത്വവും ഒരിക്കലും നടക്കാത്തതാണ്. യുവജനങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവരുടെ ഭാവിയിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കും കൈപിടിച്ച് നടത്തിയ അച്ഛൻ്റെ ഓരോ വാക്കുകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും പ്രകാശമായി നിറഞ്ഞിട്ടുണ്ട്. അച്ഛനെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും കുടുംബത്തിൽ ഒരാളായി നിന്ന് നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുകയും വിജയിച്ച വിഷമഘട്ടങ്ങളിൽ അച്ഛൻ രാപ്പകലില്ലാതെ ഒരു മുൻഭാഗത്തെ പോലെ നമ്മളൊപ്പം സ്വീകരിച്ചു. അതിനെ എത്ര നന്ദി അർപ്പിച്ചാലും മതിയാവുകയില്ല. നമ്മുടെ ഈ ചാപ്പിൽ ഇത്ര മനോഹരമാക്കി തീർത്ത അച്ഛൻ്റെ നേതൃത്വം ഒരിക്കലും നമുക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. അച്ഛൻ്റെ ഒപ്പം എല്ലാ കാര്യങ്ങളും അച്ഛൻ പോകുമ്പോൾ ഒരു വൈദികന്മാരെ പോകുന്നതാണ് ഞങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് എങ്കിലും അച്ഛൻ നൽകിയ സ്നേഹവും ആത്മീയ ശക്തിയും ഓർമ്മകളും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകും. പുതിയ ദൈവിക ശുശ്രൂഷ വഴി കർത്താവ് അച്ഛനെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് നല്ലൊരു ഗൗരവത്തെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കും. അടുത്തതായി മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മനീഷ് മാത്യു അച്ഛനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മാറ്റപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ എൻ.ജി. ഫിലിപ്പച്ചൻ, ദേവാലയത്തിൻ്റെ ട്രസ്റ്റി സെക്രട്ടറി, സ്വാഗതം ആശംസിച്ച ഷായച്ചാവിന്, ഭരണസമിതി അംഗങ്ങൾ, ആത്മീയ സംഘടനകളുടെ പ്രിയപ്പെട്ട ചുമതലക്കാർ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായും സിൽവാനോസും തിമോത്തിയോസും തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 2-3 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു തുടങ്ങാം. നിങ്ങൾ അറിയും പോലെ ഞാൻ ഒരിക്കലും മുഖസ്തുതിയോ ദിവ്യാഗ്രഹത്തിൻ്റെ ഉപമയോ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ
തയ്യാറാകട്ടെ, മാനം അന്വേഷിച്ചില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളുടെ നിങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളുടെ ദൈവം സാക്ഷി. എൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലെ ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. സെമിനാരിയിൽ ഞങ്ങളുടെ അവസാന വർഷത്തെ ഫെയർവെൽ മീറ്റിംഗിൽ ഞങ്ങൾ 31 ഷമ്മാശന്മാരിൽ അന്ന് സെമിനാരിയിലെ പ്രസംഗ ഒരു മത്സരം പോലെ ഞങ്ങളുടെ ഒരു സ്പീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്. സ്പീച്ചിങ് പ്രാക്ടീസിൽ അന്ന് എനിക്ക് 2-ാം സ്ഥാനമായിരുന്നു. 1-ാം സ്ഥാനം ലഭിക്കുന്നവർ ദുഃഖവെള്ളിയാഴ്ച പ്രസംഗിക്കും. 2-ാം സ്ഥാനം ലഭിച്ച എനിക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത് ഫെയർവെൽ മീറ്റിംഗിൽ അന്ന് മത്യൂസ് മാർ സെവേറിയോസ് മെത്രാപ്പൊലീത്ത പരിശുദ്ധ ബാവായായി തിരഞ്ഞെടുക്കപ്പെട്ട് പോകുന്ന ഒരു ഫെയർവെൽ മീറ്റിംഗ് കൂടിയായിരുന്നു. നേരം പരിശുദ്ധ ബാവാതിരുമനസ്സാകുന്ന മത്യൂസ് മാർ സെവേറിയോസ് തിരുമനസിൻ്റെയും നഗരസഭയിലെ തിരുമേനിമാരുടെയൊക്കെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞ അതേ വാക്യമാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. ഞാൻ സെമിനാരി സമൂഹത്തോട് പറഞ്ഞ കാര്യം നിങ്ങൾ ബാച്ചിനെ പറ്റിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ കാര്യമാണ്. ഞാൻ എന്നും ആഗ്രഹിക്കാതെ 2023 മാർച്ച് 4-ാം തീയതി പട്ടമേറ്റ് ഈ കുപ്പായമിട്ട് 2 മാസത്തിനകം ഈ മാസം 16-ാം തീയതി വൈകിട്ട് ഇവിടെ ആർഭാടമോ പരിവാരമോ ആരവങ്ങളോ ഒന്നുമില്ലാതെ ഞാനും കൊച്ചമ്മയും എനിക്കൊന്ന് പപ്പായും അമ്മയും അവിടുന്ന് അമ്മയും കുടുംബവും ഒക്കെ ചേർന്ന് ഞങ്ങൾ ഇവിടോട്ട് വന്നു. ഇവിടെ വലിയ ആരവമൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് ട്രസ്റ്റി സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും ജിമ്മിയച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. സ്വീകരിച്ചു, ആനയിച്ചു, ഈ ദേവാലയത്തിൻ്റെ പടി കയറി. ഇന്ന് 2026 മെയ് മാസം 31-ാം തീയതി ആകുമ്പോൾ ഈ പടി ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഒത്തിരി സന്തോഷവും ഒത്തിരി സങ്കടവും ഒക്കെ സമ്മിശ്രമായി നിൽക്കുന്ന ഒരു അനുഭവ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പൗരോഹിത്യമുള്ളവരാരും വൈകാരികമായ നിമിഷത്തിന് അടിമപ്പെടരുതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ വൈകാരികമായ നിമിഷങ്ങൾക്ക് അടിമപ്പെടും. ഞങ്ങളും ബലഹീനരായ മനുഷ്യർ തന്നെ. ഈ കുപ്പായവും ഈ ആർഭാടവും അടയാഭരണവും ഒക്കെ അഴിച്ചു വെച്ചാൽ സാധാരണ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ് ഞങ്ങൾ. കുപ്പായം ഇടുന്നത് കൊണ്ടാണ് നിങ്ങളിൽ നിന്നുള്ളൊരു മാറ്റം ഞങ്ങൾക്കുണ്ട് എന്നൊരു ബോധ്യം വിശുദ്ധ സഭ ഞങ്ങൾക്ക് തരുന്നത്. 2023 ഈ മാസം 16-ാം തീയതി മുതൽ ഇന്ന് 31-ാം തീയതി ഇവിടെ ഈ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഉപ്പുവാണെങ്കിൽ വൈകിട്ട് സന്ധ്യാനമസ്കാരം കൂടെ നടത്തും കേട്ടോ. എസ്നച്ചിൻ്റെ അനുവാദത്തോടെ അങ്ങനെ നടത്തി ഇവിടെ നിന്ന് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നാളെ ഇന്നയോളം നിങ്ങളുടെ എല്ലാവരുടെയും ചാപ്പലിലെ എല്ലാവരുടെയും അകവഴിഞ്ഞ സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നാമതായി എനിക്ക് സ്നേഹം അറിയിക്കാനുള്ളത് ഭദ്രാസന മെത്രാപ്പൊലീത്ത തിരുമനസ് ബഹുമാന്യനായ എപ്പിഫാനിയോസ് തിരുമനസ്സുകൊണ്ടാണല്ലോ എന്നെ കൽപ്പിച്ച് നിയമിച്ച് ദേവാലയത്തിലേക്ക് ആക്കിയത്. അങ്ങനെ തിരുമനസ്സിനെ ആഗ്രഹിച്ചതൊന്നും ഇവിടെ ഒന്നും അല്ലായിരുന്നു, വേറെ എവിടെയൊക്കെ ആയിരുന്നു. അവിടെ നിന്നൊക്കെ പറന്ന് ഞാൻ കല്ലുമലയിൽ വന്നത്. അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ കല്ലുമലയിലേക്ക് വന്നു. ഞാനൊന്നും ആഗ്രഹിച്ച് തിരുമേനിയൊക്കെ പറഞ്ഞിട്ടുമില്ല. ഒന്നും ആഗ്രഹിക്കാതെ തിരുമേനി പലതും എനിക്ക് തന്നിട്ടുമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ചെല്ലുമല ചാപ്പലിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നത്. എൻ്റെ സത്യം പറഞ്ഞാൽ ഞാനൊരു കടിഞ്ഞൂൽ പുത്രനായിട്ടാണ് ഇവിടെ കടന്നു വരുന്നത്. പട്ടവേറ്റ് 2 മാസം മാത്രം പ്രായമുള്ള ഒരു കടിഞ്ഞൂൽ പൗരോഹിത്യമുള്ള ആള്. എന്നെ സംബന്ധിച്ച് ഒരു കടിഞ്ഞൂൽ ദേവാലയമാണ് കല്ലുമല സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പൽ എന്ന് പറയുന്നത്.
അങ്ങനെ പരസ്പര വിശ്വാസത്തോടുകൂടി തുടങ്ങിയ യാത്ര ഇന്നിവിടെ ആ പരസ്പര വിശ്വാസത്തോടുകൂടി തന്നെ അവസാനിപ്പിക്കുകയാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല എന്നാണ് ചിന്തിക്കുന്നത്. കാരണം 2 മാസങ്ങൾക്കപ്പുറം ദൈവം അനുവദിച്ചാൽ പുതിയ വരുമ്പോൾ വീണ്ടും നിങ്ങളെ കാണാം, നിങ്ങളോട് കൂടി ആയിരിക്കാം എന്നുള്ള വലിയൊരു പ്രത്യാശ എന്നെ ഭരിക്കുന്നുണ്ട് എന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവത്തിനായ തിമോത്തിയോസ് തിരുമേനിയാണല്ലോ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ഒരു ആത്മീയ പിതാവായി. സിമറൽ മെത്രാസനാധിപനാണെങ്കിലും ദേവാലയത്തിൻ്റെ നമ്മുടെ ആത്മീയ പിതാവാണല്ലോ. ഞാൻ ചാർജ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനും കൊച്ചമ്മയും കൂടി ഉയർന്ന തിരുമനസിനെ മനോഹരയിലുള്ള തിരുമേനിയുടെ അരമനയിൽ പോയി കാണുകയുണ്ടായി. തിരുമേനി പറഞ്ഞു, വളരെ സന്തോഷത്തോടു കൂടി പോയി ചുമതലയേൽക്ക് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. വിവിധ്യ തിരുമനസ് ഇതിൻ്റെ ശുശ്രൂഷ കാലയളവിലൊക്കെ പലപ്പോഴായിട്ട് നമ്മുടെ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. തിരുമനസിൻ്റെ മാതാവിൻ്റെ ദേഹവിയോഗം കാലയളവിലാണല്ലോ ഉണ്ടായത്. കാലയളവിലൊക്കെ ഏറെ സ്നേഹത്തോടുകൂടി തിരുമനസ്സോടു കൂടി ചേർന്നിരിക്കുവാൻ ഇടയായിട്ടുണ്ട്. ആ സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകുമെന്ന വിശ്വാസത്തോടുകൂടി അഭിയുന്നതനായ തിമോത്തിയോസ് തിരുമേനിയോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇടവകപ്പെട്ടക്കാരായ ബഹുമാനപ്പെട്ട എൻ.ജി. ഫിലിപ്പച്ചൻ, മാത്യു വി. തോമസ് അച്ഛൻ, അജേശൻ, ഈ 3 വൈദികരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഏറ്റവും കൂടുതലായിട്ടുള്ളത് എൻ.ജി. ഫിലിപ്പച്ചനാണ്. കാരണം ഫിലിപ്പച്ചൻ ഞാൻ വന്നപ്പോഴേ അച്ഛനും റിട്ടയറായിട്ട് വരുന്ന വർഷമാണ്. അച്ഛനും ഈ ദേവാലയത്തിൽ മുഴുവൻ സമയം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അധികമൊന്നും അച്ഛനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാൻ ഒത്തിരിയൊന്നും അച്ഛനെ ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ 3 വർഷവും എനിക്ക് തോന്നുന്നത് ഒരു ഞായറാഴ്ച മാത്രമാണ് ഞാൻ ബലിയർപ്പിക്കാതെ മാറിപ്പോയിട്ടുള്ളത്. അത് നിലമ്പൂർക്ക് എനിക്കൊരു പ്രസംഗം വന്നപ്പോൾ എന്നോട് വൈദികരൊക്കെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ആരും ഒന്നും അറിയുന്നില്ല, അതുകൊണ്ട് അച്ഛൻ പ്രസംഗത്തിനൊക്കെ പോകണമെന്ന് പറഞ്ഞ് നിലമ്പൂർക്ക് ഞാനിങ്ങനെ പ്രസംഗത്തിന് പോയ ഒരാഴ്ചയിൽ മാത്രമാണ് ഞാനിവിടെ കുർബാന അർപ്പിക്കാതിരുന്നിട്ടുള്ളത്. ബാക്കി എല്ലാ ഞായറാഴ്ചകളിലും ഞാനിവിടെ സാന്നിധ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഒന്നിനായ അച്ഛൻ മൊറാനായ പെരുന്നാളുകളിലൊക്കെ ഇവിടെ വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ ഓർമ്മിച്ചതുപോലെ അച്ഛനെ 1 മണിക്കൂറോളം തുയോപ ശുശ്രൂഷ വേണമെന്ന് എന്നോട് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞായറാഴ്ച ദിവസം എന്നെ ഒരിക്കലും കുർബാനയ്ക്ക് അച്ഛനെ നിർബന്ധിക്കരുതെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൊറാനായ കുർബാനകളിലൊക്കെ ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ ബലി അർപ്പിക്കണം, അച്ഛൻ ശുശ്രൂഷ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ആ മൊറാനായ പെരുന്നാളുകളിലൊക്കെ എന്നോട് കൂടെ ചേർന്ന് നിന്ന് ബലി അർപ്പിച്ച് എനിക്കൊരു സഹായമായി തണലായി നിന്നു. വേണ്ടുന്നതായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി നിൽക്കുകയുണ്ടായി. തുടർന്നുള്ള അവസരങ്ങളിലൊക്കെ അച്ഛൻ്റെ സാന്നിധ്യവും സാമീപ്യവും നിർദ്ദേശവും പ്രാർത്ഥനകളും ഒക്കെ എന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അച്ഛൻ്റെ കുടുംബം, പ്രിയപ്പെട്ട കൊച്ചുമകന് അവന് എന്നെ പോലെയായി തീരണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ എന്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം ഞാനൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനിവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, വേണ്ടുന്നതായ ഉപദേശങ്ങൾ തരുന്നു. അതിനും അപ്പുറത്തേക്ക് ഒരാളെ സ്വാധീനിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ദൈവം എങ്ങനെയോ നടത്തുന്നു. ആ സ്വാധീന വഴി ആ പൈതലും അങ്ങനെയൊക്കെ പറയുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ ശുശ്രൂഷയോർത്ത് വലിയ സന്തോഷമാണ്. കാരണം ആരും ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലെങ്കിലും മുഖസ്തുതി പറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ പൗലോസിനെയും സിൽവാനോസിനെയും തിമോത്തിയോസിനെയും പോലെ തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾക്കൊന്നും ഒരു നന്ദിയും ഒരു കടപ്പാടും ഒന്നും കിട്ടിയില്ല എങ്കിലും ആരും മാറി നിന്ന് ഒരു കുറ്റവും കുറവും പറയരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രമാത്രമേ ഉള്ളൂ. ആരും മാറി നിന്ന് ഒരു കുറ്റവും കുറവും പറയരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. കാരണം 10:30 മണിയാകുമ്പോൾ ഞാൻ അവിടെ ചെല്ലാമെന്ന്, കരിപ്പുഴ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ആരെയും പരിചയമില്ല. 2 പേരൊഴികെ എനിക്ക് ആരെയും ഇവിടെ പരിചയമില്ലായിരുന്നു. ആകെ പരിചയം ഉണ്ടായിരുന്നത് മായ ടീച്ചർ അരമനയിൽ വരുന്ന കാലഘട്ടം മുതൽ അവിടെ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് വരുന്ന സമയം മുതലുള്ള പരിചയം. പിന്നെ ഉണ്ടായിരുന്നത് കടകലി അച്ചായനാണ്. കടകലി അച്ചായൻ പ്രത്യേക സാഹചര്യത്തിലൊക്കെ അവിടെ കുടുംബപരമായ അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ളത് കടകലി അച്ചായനുമായിട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ലഭിച്ചവരാണ് നിങ്ങൾ ഇത്രയും പേര്, കൂടിയിരിക്കുന്ന ഇത്രയും പേര്. 2 പേരിൽ നിന്ന് ഇത്രയും പേരിലേക്ക് വളരാൻ പറ്റിയെങ്കിൽ അതെൻ്റെ ഏറെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലാണ് ഞാൻ കാണുന്നത്.
നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. അങ്ങനെ 2023, 24, 25, 26, 27 3 വർഷ കാലഘട്ടത്തിലെ ട്രസ്റ്റിമാരായി സെക്രട്ടറിമാരായി സേവനമനുഷ്ഠിച്ച പ്രിയപ്പെട്ട ഷായിച്ചായന്, ശ്രീപ്പെട്ട KC ഫിലിപ്പച്ചായന്, അതുപോലെ തന്നെ മാപ്പിച്ചായന്, സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച സാജൻ ചായൻ, സ്റ്റീഫൻ ചായന്, ഈ വർഷവും തുടർന്ന് ട്രസ്റ്റിമാരായി സെക്രട്ടറിമാരായി സേവനമനുഷ്ഠിക്കുന്ന മാപ്പിച്ചായന്, സ്റ്റീഫൻ ചായന്, ആ കാലഘട്ടത്തിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരുടെയും പേര് പറയണമെന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആരുടെയും പേര് പറയുന്നില്ല. എല്ലാവരും, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ അതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഷാജി ചായന്, അതാത് കാലഘട്ടത്തിലെ ഓഡിറ്റേഴ്സ് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ദേവാലയത്തിൻ്റെ വികാരി സത്യം പറഞ്ഞ ഞാനല്ല കേട്ടോ, അജിയച്ചനെ വികാരി. അജിയച്ചൻ മിനിഞ്ഞാന്നാണോ ഇന്നലെയാണോ ഞാൻ ഈ മദ്ബഹായിൽ നിൽക്കുമ്പോൾ, ഞാൻ വിഭജനം നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കുകയുണ്ടായി. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അച്ഛൻ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ഈ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് പറ്റിയത്. അച്ഛൻ ഒരു കാര്യത്തിലും നിർബന്ധപൂർവ്വം ശാഠ്യത്തോടുകൂടി എന്നോട് ഒരിക്കലൊഴികെ വേറെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഒരിക്കലും എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഒരിക്കലൊഴികെ വേറെ ഒരു സമയത്തും എന്നോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം കാണിച്ച ഏറെ സ്നേഹം കൊണ്ട് മാത്രമാണ് എനിക്ക് പൂർണ്ണമായൊരു വൈദിക ശുശ്രൂഷ ഈ ദേവാലയത്തിൽ നിർവഹിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ പൊതുയോഗമൊക്കെ പുതിയാവിൽ നിന്ന് വന്ന് വൈദികരാണ് നിർവഹിക്കുന്നത്. പക്ഷെ അച്ഛൻ എന്നോടുള്ള അടുപ്പമോ സ്നേഹബന്ധമോ ഒക്കെ കൊണ്ടായിരിക്കാം എന്നോട് പറഞ്ഞു, അച്ഛൻ ആ കാര്യമൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുമെന്ന് എനിക്കറിയാം, അച്ഛൻ നിർവഹിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. ബഹുമാനപ്പെട്ട അജിയച്ചൻ, ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ, ഒക്കെയുള്ള ദേവാലയത്തിന്റെ ചുമതലക്കാര്, ഇവിടെ നിന്ന് പോയിട്ടുള്ള വാർഡ് കമ്മിറ്റി അംഗമായിട്ട് ഇതുവരെ ഇവിടുന്ന് പോയിട്ടുള്ളത് ഞമ്മതിന് ശേഷം KC ഫിലിപ്പച്ചായൻ മാത്രമാണ്. KC ഫിലിപ്പച്ചായനോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രാർത്ഥനയോഗത്തിന്റെ സെക്രട്ടറിമാരായി ചുമതലയിൽ നിർവഹിച്ച സന്തോഷ് ചായന്, സാജൻ ചായന്, KC ഫിലിപ്പച്ചായന്, അതുപോലെ തന്നെ ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന സജു ചായന്, ഭർത്തമറിയം സമാജത്തിന്റെയും സുവിശേഷ സംഘത്തിന്റെയും ചുമതലയിലായിരുന്ന സുനിയാനി മോനിമാമ, രണ്ടുപേരും തീർച്ചയായിട്ട് തന്നെ ആയിരിക്കുകയാണല്ലോ. സൺഡേ സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ ഷിബിച്ചായന്, അധ്യാപകര്, ജനപ്രസ്ഥാനത്തിന്റെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങള്, ശുശ്രൂഷക സംഘ അംഗങ്ങള്, അവരെ പറയാതെ ഞാൻ പോവുകയാണെങ്കിൽ നന്ദികേടാ ഞാൻ ഇവരോട് കാണിക്കുന്നത്. പ്രിയപ്പെട്ട സാജൻചായൻ മുതൽ ഇവിടെ എൽദോസ് വരെയുള്ള ഒരു ലിസ്റ്റ് ഇവിടെയുണ്ട്. സാജൻചായന്, സന്തോഷായന്, അബുച്ചായന്, അതുപോലെ തന്നെ ജിബു, റിൻഡു, ജിബി, ജിനു, ജിതിൻ വർഗീസ്, CK മാത്യു, ഡിമല്, നീവന്, കെവിന്, ടെൽവിന്, എൽവിന്, ജെയ്വിന്, രൂപേന്, ജോഷുവ, എൽദോ, ഇത്രയും പേര് എന്നോട് കൂടെ, നേജിലച്ചായൻ, ഇത്രയും പേര് എന്നോട് കൂടെ ചേർന്ന ഈ മദ്ബഹായിലെ ശുശ്രൂഷയിലൊക്കെ ആയിത്തീർന്നിട്ടുണ്ട്. എനിക്ക് ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന അപ്പം ഒരുക്കി തരുന്ന നീവനും രൂപേനും ടെൽവിനുമാണ് അത് കൂടുതലായിട്ട് എനിക്ക് ചെയ്തു നൽകിയിട്ടുള്ളത്. ഓരോ ഞായറാഴ്ചയും ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഇവരെ തുടർന്നും ഞാൻ എല്ലാവരെയും ഓർക്കും, ഇവരെ ഞാൻ പ്രത്യേകമായി ഓർക്കും. കാരണം ആ വിശുദ്ധ കുർബാന അപ്പം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു കടാക്ഷവും അനുഗ്രഹവും ലഭിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ട് എങ്കിൽ ആ വിശുദ്ധ കുർബാന അപ്പത്തിലും അത് പ്രതിഫലിക്കും. അതുകൊണ്ട് ഇവരെ ഈ നാട് മുഴുവൻ ഇവരെ അനുഗ്രഹത്തോടുകൂടി ആ ശുശ്രൂഷ നിർവഹിച്ചു. എല്ലാവരും ആ ചുമതലയിലുള്ള എല്ലാവരും നിർവഹിച്ചു. എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഗായിക സംഘാംഗങ്ങള് ഷൈചേച്ചിയും അതുപോലെ തന്നെ കിരണം കിൺചേച്ചിയും രണ്ടുപേരും ഉണ്ടായിരുന്നു. ഞാൻ വിപുലീകരിക്കാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ഞാനതൊന്നും വിപുലീകരിക്കാനും പോയിട്ടില്ല, എൻ്റെ ബലഹീനതയായിരിക്കും. പിന്നെ ഭർത്തമറിയം സമാജ അംഗങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ സംവേദിച്ചിട്ടുള്ളത് അവരുമായിട്ടായിരിക്കും. കാരണം ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ ആകെ 3-4 വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ മുടക്കം വരുന്നുള്ളൂ. ബാക്കി എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിലും ഇവിടെ പൂർണ്ണ സമയം സംബന്ധിയായി നിന്നിട്ടുണ്ട്. ഞാൻ അവരോട് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതാണ്, ഞാനിവിടെ ഒരു 150-150ഓളം പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും. ആ 150 പ്രസംഗങ്ങളും അവർ കേട്ടത് അഴമ്പിച്ചത് കൊണ്ടാണ് എനിക്ക് എല്ലായിടത്തും പോയിട്ടൊക്കെ പ്രസംഗിക്കാൻ പറ്റിയത്. കാരണം അവരത് കേട്ട് ഇരുന്ന് അത് ശരിയാണെങ്കിൽ ചിരിക്കുന്നു, അതിനകത്ത് എന്തെങ്കിലും കാര്യഗൗരവം ഉണ്ടെങ്കിൽ നോക്കിയിരിക്കുന്നു. അതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിവിടെ പോയി പ്രസംഗിക്കാൻ പറ്റുന്നത്. പ്രാർത്ഥനയോഗത്തിലും അപ്രകാരം തന്നെയാണ്. പ്രാർത്ഥനയോഗത്തിലും പ്രകാരം തന്നെ ശുശ്രൂഷകളിലായിരിക്കാൻ ഒരിക്കലും 1-2 തവണ ഒഴികെ ബാക്കിയില്ല ഇപ്പോഴും പൂർണ്ണ സമയം നിങ്ങളോട് കൂടി ആയിരിക്കാൻ സാധ്യത
സാധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം തന്ന അനേകരുണ്ട്. കാരണം ഞാനിവിടെ വന്നപ്പോഴേ എനിക്ക് കേൾക്കുവാനിടയായ ഒരു കാര്യം അതുകൊണ്ടാണ് ഞാനിന്ന് മറ്റൊരു തീരുമാനം എടുത്തിട്ട് പോകുന്നത്. ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം വെച്ചാൽ പ്രാർത്ഥനയോഗം നടക്കുന്ന ഭവനങ്ങളിൽ നിന്നാണ് ഭക്ഷണം അച്ഛനെ ക്രമീകരിക്കുന്നത്. അന്നേരം പ്രാർത്ഥനയോഗം പലരും നടത്തുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണം, പ്രാർത്ഥനയോഗം കൃത്യമായിട്ട് നടക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയോഗം ഭംഗിയായിട്ട് നടന്നു. ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോയി. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം തന്ന അനേകരുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എന്നാൽ ഓരോ വിശുദ്ധ കുർബാനയിലും ഞാൻ അവരെ ഓർക്കും. ഞാനിവിടെ ഇരിക്കുമ്പോഴേ എന്നെ വിളിച്ച് ചോദിക്കും, അച്ഛനെന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഞാനിപ്പോൾ കഴിക്കാൻ പോവാം. വേണ്ട അച്ഛനുള്ളത് ഞാനിപ്പോൾ കൊണ്ടുവരും, ഞാനിപ്പോൾ അങ്ങോട്ട് അയക്കും. ഞാനിങ്ങോട്ട് രാവിലത്തെ ഭക്ഷണമായാലും ഉച്ചക്കത്തെ ഭക്ഷണമായാലും വൈകിട്ടത്തെ ഭക്ഷണമായാലും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു കുറവുമില്ലാതെ കരുതിയ അനേകരുണ്ട്. അതുകൊണ്ടാണ് അനേകരുള്ളത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് പേര് എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കാത്തത്. പക്ഷെ എൻ്റെ ഓരോ വിശുദ്ധ കുർബാനയിലും ഇവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. പിന്നീട് ഇവിടെ വന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഇടയായി. വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കല്ലുമല കുരിശടിയിലെ പ്രാർത്ഥന അതൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണം നിർവഹിച്ചു. കാര്യങ്ങളൊക്കെ നിങ്ങളുടെയാണ്. ഇതെല്ലാം എൻ്റെ ഒന്നുമില്ല, നിങ്ങളുടെയാണ് ഇതെല്ലാം. ഇത് മുഴുവനും നിങ്ങളുടെ. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ ഇവിടുന്ന് ഒരു പിടി മണ്ണ് പോലും ഞാൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാണ്. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്. അത് കാത്ത് സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇത്രയും ഭംഗിയോടുകൂടി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഭംഗിയും മേന്മയിലും കാത്തു സൂക്ഷിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ശുശ്രൂഷകളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട സുനിയന്തി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അച്ഛന് പള്ളിയാണ് ഒന്നാമത്, രണ്ടാമതേ ഉള്ളൂ കുടുംബം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് ഒരു പരിധി വരെയൊക്കെ ആ വാക്കുകൾ ശരിയായിരുന്നു. കാരണം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് അച്ഛമ്മയും പിന്നീട് വന്നു കുഞ്ഞുമായിരുന്നു. അവർ രണ്ടുപേരും ഏറെ താല്പര്യത്തോടുകൂടി ഞാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ മാതൃചാൻ്റെ കൂടെയും സ്റ്റീഫൻചാൻ്റെയും കൂടെയൊക്കെ ചിലപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രിയിൽ 10 മണിക്കോ 11 മണിക്കോ ഒക്കെ ആയിരിക്കും കയറുന്നത്. അല്ലെങ്കിൽ വെളുപ്പിന് 3 മണിക്കും 2 മണിക്കും ഒക്കെ ഇറങ്ങി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ സാഹചര്യങ്ങളൊക്കെ ഒരു തണലായി താങ്ങായി വലിയ കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയാതെ വലിയ കൂടെ നിന്നത് കൊച്ചമ്മയാണ്. കൊച്ചമ്മയോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ബാലസമായത്തിൻ്റെ പ്രവർത്തനവും നമ്മുടെ പള്ളിയുടെ പ്രവർത്തനവും ഒക്കെ കൂടി വന്നപ്പോൾ മിക്കവാറും വീട്ടിൽ ചെല്ലുന്നത് വളരെ താമസിച്ചായിരുന്നു. അത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തായാലും കല്ലുമലയിലെ കാര്യം അടുത്ത ആഴ്ച തീർന്നു, ബാലസമായത്തിൻ്റെ കാര്യവും തിരുമേനിയോട് പറഞ്ഞേക്കണം. ഞാൻ എന്തായാലും തിരുമേനിയോട് പറഞ്ഞു. അന്ന് മീറ്റിംഗ് വെച്ച് ഔദ്യോഗികമായിട്ട് തന്നെ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി 3 വർഷം കഴിഞ്ഞ് എന്നെ അങ്ങ് മാറ്റിയേക്കണമെന്ന്. കാരണം അതിൽ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. അതുകൊണ്ട് ശുശ്രൂഷകളൊക്കെ കൂടെ നിന്ന് സഹിച്ച് നിന്ന കൊച്ചമ്മയോടും കുഞ്ഞിനോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. എൻ്റെ അമ്മ, കൊച്ചമ്മയുടെ അമ്മയും പിതാവും ആ സഹകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കാലയളവിലാണ് എൻ്റെ അമ്മച്ചിയും കൊച്ചമ്മയുടെ അമ്മച്ചിയും ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയവർ. ആ സമയത്തൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും സാന്നിധ്യവും സഹകരണവും ഒക്കെ ഒത്തിരി താങ്ങായി നിന്നു. എനിക്കൊരു കുഞ്ഞ് ജനിച്ചതും ഇവിടെ നിന്നാണ്. ആ സമയത്താണ് ആദ്യത്തെ തവണ ഈ മക്ബഹ റിനോവേഷൻ നടക്കുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ തവണ ഇതിൻ്റെ പെയിന്റിംഗ് വർക്കുകൾ നടക്കുക. അതായത് ഇതിൻ്റെ മുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മലാഖമാർ എഴുതി വെച്ചിരിക്കുന്ന ആ ബാനറുണ്ട്. അത് കാദേശ് 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 മുറിയാലോഹോ ഐൻസോനോ എന്നതാണ്. ദൈവം പരിശുദ്ധൻ 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 എന്ന് 6 ചിറകുള്ള ശ്ലോപ്പന്മാര് അട്ടഗസ്റ്റ് പറയുന്നതിൻ്റെ ഒരു വേദവാക്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ വർത്തമാന സമയത്തിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്നേരം അത് എഴുതിയ നമ്മൾ ചങ്ങനാശ്ശേരി ആൾ വന്നല്ലേ, ചങ്ങനാശ്ശേരി വന്ന പുള്ളി. കാരണം അവർക്ക് സുഖേനിക്ക് അത്രയും വശമില്ലല്ലോ. ഞാൻ എഴുതി കൊടുക്കുന്നത്, വാട്സപ്പിൽ കൊടുക്കുന്നത് പുള്ളി എഴുതി. പക്ഷെ ഒത്തിരി തെറ്റി പോവുകയാണ്. അന്നേരം കൊച്ചമ്മ ലേബർ റൂമിലെ അഡ്മിറ്റായിട്ട് ചെക്കപ്പിന് പോയപ്പോൾ കിടത്തുകയും ചെയ്തു. 2 ദിവസമായിട്ട് കൊച്ചമ്മ ലേബർ റൂമില്ല, കാണാനും പറ്റുന്നില്ല, കേൾക്കാനും പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഞാനിവിടെ പെട്ടെന്ന് ഓടി വരുന്നു. ഊദാശയും അടുത്തുകൊണ്ടിരിക്കുന്നു, പെരുന്നാളും അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഈ കാദേശ് 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 മുറിയോ ആലോഹോ ഐസോനോ
ഒന്ന് ശരിയാക്കാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, പെട്ടെന്ന് വന്നൊരു ഒപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊച്ചമ്മ സിസേറിയൻ ചെയ്യാൻ കുഞ്ഞിനെ ലഭ്യമാകും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ വന്നാൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് എന്നോട് പറയുകയാണ്. ഞാൻ അന്നേരം തന്നെ ഇവിടുന്ന് ഷൈജാനൊക്കെ ഞാൻ അന്നേരം തന്നെ ഓടിപ്പോവുകയായിരുന്നു. ഓടിപ്പോയി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക. അന്നേരം കുടുംബത്തോടൊപ്പം നിന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ ഈ കല്ലുമല ചാപ്പലിലും ഈ പാഴ്സനേജിലും ഈ പരിസരത്തുമാണ് നിന്നത്. മുഴുവൻ സമയം ഇവിടെ താമസിച്ചില്ല എന്ന് വെപ്പയുള്ളൂ, പക്ഷെ മുഴുവൻ സമയം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മാതച്ചായാലും ശ്രീകച്ചായാലും ഒക്കെ അതറിയാം, മുഴുവൻ സമയം ഷായിച്ചായാലും ദേശീയച്ചായാലും ഒക്കെ അതറിയാം, മുഴുവൻ സമയവും ഇവിടെ ഉണ്ടായിരുന്നു. നോക്കിലെ നമസ്കാരങ്ങളിൽ നിങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റി. എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ജനപ്രസ്ഥാന അംഗങ്ങൾ ഒരേറെ സ്നേഹത്തോടു കൂടി എന്നെ കരുതി എന്നെ പ്രോത്സാഹിപ്പിച്ചു. എനിക്കൊരു വിഷമമുള്ളത് അവരെനിക്കൊരു സമ്മാനം തന്നായിരുന്നു. കഴിഞ്ഞ പള്ളിപണി കഴിഞ്ഞപ്പോഴേ ഒരു കാപ്പാത്തുണി തന്നായിരുന്നു. ഞാൻ ആ കാപ്പാത്തുണി ഇന്ന് ആ കാപ്പ ഇട്ട് വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ ആ കാപ്പ തയ്ച്ച് കിട്ടിയില്ല. കുഴപ്പമില്ല, ഞാൻ ആ കാപ്പ ഇട്ട് എന്നെങ്കിലും ഈ ത്രോണോസിൽ ബലി അർപ്പിക്കാനായിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ വരുമെന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒറ്റ കാര്യം മാത്രം ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥന നിങ്ങളെ ബലപ്പെടുത്തണം. കാരണം പുതിയ കത്തീഡ്രൽ ദേവാലയം എന്ന് പറയുന്നത് വലിയൊരു മഹാസമുദ്രമാണ്. ആ സമുദ്രത്തിൻ്റെ ആഴിയിൽ പെട്ടുപോയതായിരിക്കും. അതുകൊണ്ട് ആഴിയിൽ പെടാതെ കൂടുതൽ കരുത്തോടെ ബലത്തോടെ മുൻപോട്ട് ശുശ്രൂഷ ചെയ്യാൻ നിങ്ങളുടെ പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ആയിരിക്കുമ്പോഴും നിങ്ങൾ അവിടെ വരുമ്പോഴും ഉറപ്പായിട്ടും എൻ്റെ ആദ്യത്തെ ചാപ്പലാണ്. ഉറപ്പായിട്ടും നിങ്ങളോടുള്ള സ്നേഹബന്ധവും ആ ഒരു സ്നേഹബന്ധം നിങ്ങൾ തിരിച്ചും കാണിക്കണം കേട്ടോ. ഞാൻ അങ്ങോട്ട് ചിരിക്കുമ്പോൾ തിരിച്ചു എന്നോട് കാണിക്കണം. എന്തെങ്കിലും പ്രതിസന്ധി പ്രയാസമൊക്കെ വലിയ ദേവാലയവും നമ്മൾ തമ്മിലൊക്കെ കാണുമായിരിക്കും, പക്ഷെ നമ്മൾ തമ്മിൽ അതൊന്നും വേണ്ട. നമ്മൾ തമ്മിൽ എല്ലാത്തിലും സ്നേഹബന്ധവും ഐക്യവും ഒക്കെ എപ്പോഴും വേണം. പിന്നെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ മനസ്സുകൂടാതെയോ അറിവുകൂടാതെയോ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്നോ എൻ്റെ പ്രവൃത്തിയിൽ നിന്നോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ചില സാഹചര്യങ്ങളിൽ 1-2 അവസരങ്ങളിൽ ചെറിയ രീതിയിൽ എൻ്റെ ടെമ്പർ വിട്ടുപോയി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പക്ഷെ അത് സാഹചര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവരോട് പ്രത്യേകം ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നീരസമുണ്ടെങ്കിൽ ആ നീരസം എന്നോട് വെച്ചുകൊണ്ട് മുൻപോട്ട് പോകല്ലേ, അതിനോട് ക്ഷമിക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു യാത്രയെപ്പോ ഇങ്ങനെ ഒരു കൊണ്ടുവിടലുകളോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാനെന്ന് മാതൃശായനോടും ശ്രീപഞ്ചായനോടും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്രമീകരണം അച്ഛൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അച്ഛൻ അതിന് നിന്ന് തന്നില്ലെങ്കിൽ വരുന്ന അച്ഛന്മാർക്ക് അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാനൊന്ന് നിന്ന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ സ്നേഹത്തിനും എല്ലാവരോടുമുള്ള ബഹുമാനം അറിയിക്കുന്നു. എല്ലാവരും പേരെടുത്തൊക്കെ പറയണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. ഈ ശുശ്രൂഷകളൊക്കെ കൂടെ നിന്ന എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഭവനങ്ങളിലെ ഒരു സന്തോഷ അവസരങ്ങളിൽ ഞാൻ മർക്കോറിയ സമയത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. സന്തോഷ അവസരങ്ങളിൽ നിങ്ങൾ എന്നെ കൂടുതൽ പ്രതീക്ഷിക്കരുത്. പക്ഷെ നിങ്ങളുടെ ഒരു വിഷമാവസരത്തിൽ നിങ്ങൾക്കൊരു രോഗമോ വേദനയോ പ്രയാസമോ ദൈവസന്നിധിയിലേക്കുള്ള ഒരു മടക്കയാത്രയോ ആർക്കെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് ഓടിയെത്തുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി ഞാൻ തരികയാണ്. എന്നേക്കാൾ ശ്രേഷ്ഠനായവരാണ് ഇവിടേക്ക് വരുന്നത്. അവരുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു ഇടയനാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ശ്രേഷ്ഠ ഇടയനോടും കൂടെ ചേർന്ന് നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കണം എന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട NG ഫിലിപ്പച്ചൻ, ബഹുമാനപ്പെട്ട ട്രസ്റ്റി സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, വിശ്വാസ സമൂഹം എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ വീടുകളിലൊക്കെ കയറാം. അന്നേരം ഇച്ചിരി കട്ടൻ കാപ്പിയോ ഇച്ചിരി ബിസ്ക്കറ്റോ ഒക്കെ വെക്കണം. ഉച്ച സമയത്ത് വല്ലതും പോവുകയാണെങ്കിൽ പെട്ടെന്ന് വിളിച്ച് പറയാം. ചില ചോറോ വല്ലതൊക്കെ കരുതി വെക്കണം. വലിയ താല്പര്യങ്ങളൊന്നും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. കഴിഞ്ഞ 3 വർഷം അങ്ങനെ ശല്യപ്പെടുത്തിയിട്ടില്ല. വേണമെങ്കിൽ അടുത്ത 3 വർഷം ശല്യപ്പെടുത്താം. നിങ്ങളുടെ കൂടെ ആയിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ധാരാളം പേര് ദൈവസന്നിധിയിൽ വാങ്ങിപ്പോയിട്ടുണ്ട്. ആ പിതാക്കന്മാരെയും മാതാക്കന്മാരെയും
ഒക്കെ എൻ്റെ ശുശ്രൂഷകളിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അവർക്ക് ദൈവസന്നിധിയിൽ ദൈവബിംബങ്ങളുടെ പ്രതീക്ഷയിൽ ആശ്വാസം നൽകുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും അപ്രകാരം വിശ്വസിക്കണം. ആ പ്രത്യാശയിൽ മുൻപോട്ട് പോകാം. എല്ലാവരോടും കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തു തന്ന എല്ലാ നല്ല ശുശ്രൂഷകൾക്കും സേവനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം കൂടെ പറയുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസ നടന്നപ്പോഴേ ഞാൻ മാമോദീസയുടെ 2 ദിവസം മുമ്പാണ് തോന്നുന്നു വൈകിട്ട് ഇവിടെ വന്ന് എന്തോ ഒരു ആവശ്യത്തിന് വന്നിട്ട് തിരികെ പോകാൻ വരുന്നത് മാതൃശേഖരനടുത്ത് വന്നിട്ട് എന്നോട് ഒരു ചെറിയൊരു പാരിതോഷികം വന്നിട്ട് പറഞ്ഞു, അച്ഛന് ഇത് വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അച്ഛൻ ഇത് വെച്ചു. അച്ഛൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് ഞങ്ങളുടെ കല്ലുമലക്കാരുടെ ഒരു പാരിതോഷികമാണ് എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഞാൻ എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഏറെ സ്നേഹവും ഊഷ്മളത്വവുമുള്ള ഒരു സമ്മാനമായിരുന്നു എനിക്ക് നൽകിയത്. ഇതിനൊക്കെ നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ കുടുംബമായി ഇടപെട്ടിരിക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. നീട്ടുന്നില്ല. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. മുൻപോട്ടുള്ള യാത്രയിൽ ഒരുമിച്ച് കാണാം, ഒരുമിച്ച് ശുശ്രൂഷിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അച്ഛന് ചാപ്പലിന്റെയും ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും സ്നേഹോപകാരം നൽകാനായി ആഗ്രഹിക്കുന്നു. ആദ്യമായി ചാപ്പലിന്റെ സ്നേഹ സമ്മാനം സമർപ്പിക്കുന്നു. അടുത്തതായി യുവജന പ്രസ്ഥാനത്തിന്റെ സ്നേഹ സമ്മാനം നൽകുന്നു. അടുത്തതായി പ്രാർത്ഥന യോഗത്തിന്റെ സ്നേഹ സമ്മാനം സമർപ്പിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ, ബഹുമാനപ്പെട്ട മനീഷച്ചൻ, എനിക്കങ്ങനെ എന്ത് പറയണമെന്നറിയില്ല. സാധാരണ ഞാനിത് വേറെ ആരിലൊക്കെ വിളിച്ചിട്ട് നൈസായിട്ട് മുങ്ങും. പക്ഷേ എന്തോ എനിക്കിത് പറയണമെന്ന് തോന്നി. എനിക്ക് മനീഷച്ചൻ അച്ഛൻ്റെ നേതൃത്വത്തിനേക്കാളും കൂടുതൽ എനിക്കെൻ്റെ സഹോദരനെ പോലെയാണ്. എനിക്കെൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയായിരുന്നു മനീഷച്ചൻ. നമ്മുടെ കൂടെ കരോട് പാടാൻ പോകുന്നതാണെങ്കിലും റമ്മ കൊട്ടാനാണെങ്കിലും കൂടെ തുള്ളാനാണെങ്കിലും അച്ഛന് ഇവിടെ എന്ത് പണി ഉണ്ടെങ്കിലും നമ്മളുടെ ഫ്രണ്ടിൽ കാണും. എല്ലാത്തിനും ഫുൾ സപ്പോർട്ടും. പിന്നെ അതേപോലെ തന്നെ ഒന്നിനും ഒരു എതിരും പറയില്ല. നമ്മളെ ഒന്ന് വഴക്ക് പറയുമോ അല്ലെങ്കിൽ നമ്മളെ ശാസിക്കുക പോലും മനീഷത്തിന് ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ നമ്മളോട് മോനെടാ അതൊന്ന് നോക്കിയേക്കണേ, അല്ലെങ്കിൽ അതൊന്ന് ചെയ്ത് വെച്ചേക്കണേ, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ 3 വർഷം അച്ഛൻ നമ്മുടെ കൂടെ സന്തോഷത്തോടെ അച്ഛൻ്റെ ടേൺ കംപ്ലീറ്റ് ചെയ്യുവാണല്ലോ.
ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വീട്ടുകാരോടും അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവരോട് ഞാനിങ്ങനെ പറയും 3 മാസം കൂടെ ഉള്ളൂ, ഇനി 1 മാസം കൂടെ ഉള്ളൂ. അന്നേരമൊക്കെ ഒരു വിഷമം ഉണ്ടായാലും പിന്നെ നമ്മുടെ പുതിയാപ്പള്ളിയിലോട്ടാണല്ലോ അതുകൊണ്ട് പിന്നെ എപ്പോൾ വേണം ചെന്ന് കാണാം. പക്ഷെ എന്നാലും ഇവിടെ ഉള്ളതുപോലെ നമുക്ക് അത്രയും ഫ്രീഡം കിട്ടുമോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. പക്ഷെ അച്ഛൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും മോനേടാ മക്കളെ വിളിച്ചാൽ മതി, ഞങ്ങളെല്ലാം വെച്ച് വരും. അതുപോലെ ബിൻസി ചേച്ചി, കൊച്ചമ്മയും ചേച്ചിന്നാണ് വിളിക്കുന്നത്. ചേച്ചിയാണെങ്കിലും അച്ഛന് ഫുൾ സപ്പോർട്ടാണ്. അതേപോലെ മീക്കയാണ് ഫസ്റ്റ് റെഡി ആയിരിക്കുന്നത്. അന്നേരം അച്ഛ ചേച്ചി എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു വിളി മോനയുടെ മക്കളെ അല്ലെങ്കിൽ മോനെ നീവ എന്നൊന്ന് വിളിച്ചാൽ മതി, ഞങ്ങളങ്ങ് ഞങ്ങളങ്ങ് എത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ദ വെരി ബെസ്റ്റ് മനീഷിച്ച. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ത്രൂ ഔട്ട് 3 years എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസ അറിയിക്കാൻ ശരിയാ